ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കടുക് കൊണ്ട് നമുക്ക് ധനത്തെ ആകർഷിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും കടുക് കൊണ്ടോന്ന്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. ഇതൊക്കെ ചുമ്മാതാണെന്നുള്ളത്. കടുക് കൊണ്ട് എന്തുവാ ധനത്തെ ആകർഷിച്ചെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഞാനും വിശ്വസിച്ചിരുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമായി കാര്യം. ഞാൻ ചെയ്ത കാര്യം എനിക്ക് അത് വിജയിച്ച് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ കടുകെന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട്. ഈ കണ്ണും ദോഷത്തിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. അത്രമാത്രം നമുക്ക് ഗുണം ചെയ്യും. നമുക്ക് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും കാണുമല്ലോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തു നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണ വിജയം അത് കൈവരിക്കാൻ പറ്റി. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നു. കുറേ കാലങ്ങളായിട്ട് അത് കൊടുത്തിട്ടങ്ങ് അവർ തിരിച്ചു തന്നില്ല. ഇപ്പോൾ വർഷം കഴിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടത് കാരണം ഞാനും വിചാരിച്ചു ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യമൊക്കെ അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു, പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തോടു കൂടി ഞാനിത് ചെയ്തു നോക്കി. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ആഴ്ച കഴിഞ്ഞപ്പം എനിക്കതിൻ്റെ ഫലം കിട്ടി. ഇത് ഞാൻ ഒരിക്കലും ഇനിയും കിട്ടത്തില്ലെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇത്രയും കാലം ഇരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടെങ്കിലും നമുക്ക് അത് അവർ തരാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല. ഒരുപാട് തവണ ഞാൻ അവരോട് ഇത് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് നമുക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്തത്. ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലേ കടുകിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കടുക് നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള കടുകാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. അതിന് നമ്മൾ ഫ്രഷായിട്ടുള്ള ഒരു വീട്ടിനകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കടുക് എടുക്കരുത്. കടുക് എടുക്കാതെ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ഫ്രഷായിട്ടുള്ള കടുക് മേടിക്കുക. കടുക് മേടിച്ചിട്ട് നമ്മളിത് ചെയ്യേണ്ടത് ഒരു 5 രൂപ തൊട്ടും വേണം. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും. ഞാൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ഫലം കിട്ടി. അത് പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്തത് ശേഷം നമുക്ക് ആ പൈസയുടെ എന്ന് പറഞ്ഞാൽ ആ പൈസ നമുക്ക് മൊത്തം തന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല, വർഷം കഴിഞ്ഞ കാര്യം. ഇനി അതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും നമ്മളിത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനിത് ചെയ്തത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിത് ചെയ്ത് കാണിക്കുവാണേ. ഇതുപോലുള്ള നമ്മൾ കുപ്പിക്കകത്ത് ചെയ്താൽ മതിയേ. ഇതുപോലുള്ള കുപ്പിക്കകത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിത് ഇവിടെ ഇരുന്ന് ഇതെനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ വേണ്ടി ഇത്രയും എടുത്തതാണ്. ഇത് ഓൺലൈൻ വഴി ഒരു സാധനം മേടിച്ചതിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് ഇതിലാകുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാമല്ലോ. അതിനാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇതുപോലുള്ള കുപ്പിക്കകത്ത് നമ്മൾ നല്ലത് ഇച്ചിരി വാവട്ടമുള്ള കുപ്പി എടുത്താൽ മതി. അന്നേരം നമുക്ക് പൈസയൊക്കെ ഇത് ഇട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ കടുക് ഇതിലോട്ടിങ്ങനെ ഇടുക. ഇട്ടിട്ട് ഈ പൈസ ഇതിങ്ങനെ 5 രൂപ തൊട്ടാണേ. 5 രൂപ തൊട്ട് ഇത് ചൊവ്വാഴ്ച നമുക്ക് ചെയ്തു തുടങ്ങാം. ചൊവ്വാഴ്ച ചെയ്തു തുടങ്ങുന്നത് ഈ 5 രൂപ തൊട്ട് ഇങ്ങനെ ഇടുക. ചൊവ്വാഴ്ച ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഈ കടുക് ബാക്കി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതങ്ങ് മൊത്തം മൂടണം. ഈ പൈസ നമ്മൾ പുറത്തോട്ട് കാണരുത്. എന്നിട്ട് നമുക്കിപ്പം ഒരു ചൊവ്വാഴ്ച നമ്മൾ ഈ 5 രൂപ തൊട്ടിട്ടു. പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ 5 രൂപ തൊട്ടിടുക വീണ്ടും. അതും ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ മറയണം. പൈസ പുറത്തോട്ട് കാണരുത്. അങ്ങനെ ഒരു എനിക്കൊരു 5-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേന് എൻ്റെ കാര്യം റെഡിയായി. ഞാനിത് നന്നായിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്തത്. നല്ലതായിട്ട് ധനവരവ് ഉണ്ടാകണേ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് ഈ 5-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേന് എൻ്റെ കാര്യം റെഡിയായി. എനിക്ക് പ്രതീക്ഷിക്കാതെ, ഞാൻ പറഞ്ഞില്ലയോ ഞാൻ കൊടുത്തിരുന്ന പൈസയുടെ കുറേ പൈസ എനിക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഞാനത് തള്ളിക്കളഞ്ഞ പോലെ ഇരിക്കുമായിരുന്നു. കാര്യം വർഷമായി അത് കിട്ടത്തേ ഇല്ലെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് പൈസ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമായത്. അല്ലാതെ ഞാൻ വിചാരിച്ചു ഈ കടുകിലൊക്കെ എന്തുവാന്നുള്ള ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് പ്രയോജനം കിട്ടിയ കാര്യമല്ല നിങ്ങളോട് പറയാൻ പറ്റുന്നത്. എന്നാലല്ലേ നമുക്ക് വിശ്വാസത്തെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വിശ്വാസമില്ലാതെ നമുക്ക് ചെയ്ത് അനുഭവം ഇല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഈ ചൊവ്വാഴ്ച ഇടുക, വെള്ളിയാഴ്ച പൈസ വെക്കുക, കടുക് ഇതുപോലെ മറച്ചിടണം.
മറഞ്ഞു കിടക്കണം. അങ്ങനെ ഞാൻ പിന്നെ 4 ആഴ്ച 5 ആഴ്ചയൊക്കെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത് റിസൾട്ട് കിട്ടുന്നിടം വരെ ചെയ്ത് നോക്ക്. നല്ല ധനവരവ് ഉണ്ടാവും. പിന്നെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കടുകിന് ഇത്രയും ശക്തി ഉണ്ടെന്നുള്ളത്. നമ്മൾ വേറുള്ള മറ്റുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ കടുക് ചെയ്യാറുണ്ട്, കടുക് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടുമെന്നുള്ളത് എനിക്ക് ഞാൻ ഇതില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ പിന്നെ ഞാനിത് എന്നാൽ ചെയ്തു നോക്കാമെന്ന് വെച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്തു നോക്കിയത്. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നടന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നല്ല പ്രാർത്ഥനയോടെ ഞാൻ ഏത് കാര്യവും ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഏതായാലും ചെയ്തു, എനിക്ക് ഫലം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കാതുള്ള കാര്യമാണ് അത്, നമുക്ക് കൈ കിട്ടി. അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്ത് കാണിച്ചത്. നിങ്ങളും ചെയ്തു നോക്ക്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കാണ് ഞാൻ ചെയ്തത്. വൈകിട്ട് നമുക്ക് ഒരു 7 മണി കഴിഞ്ഞും വേണേൽ ചെയ്യാം. ത്രിസന്ധ്യ സമയത്ത് വിളക്ക് കത്തിയിലൊക്കെ കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ രാവിലെ 6-നും 7-നും ഇടയ്ക്കാണ് ഇത് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് വന്നത് നിങ്ങളേത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഈ 5 രൂപ തൊട്ടിട്ട ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ അതുപോലെ ചെയ്യുക നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. നമുക്കിത് പിന്നെ ഈ കടുക് പിന്നെ നമ്മളെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ പിന്നെ ആ കടുക് നമുക്ക് കൊണ്ടുവന്ന് അത് കളയാം. അതാണെന്നുണ്ടെങ്കിൽ ചവിട്ടുന്നിടത്തങ്ങും കൊണ്ടിടാതെ. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആ കടുകെന്നുണ്ടെങ്കിൽ തീക്കകത്തിട്ട് എരിച്ച് കളയുമായിരുന്നു ചെയ്തത്. അത് നമ്മളല്ല വീട്ടിനകത്ത് ഇത് ചെയ്ത കടുക് നമ്മൾ വീട്ടാവശ്യത്തിനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള കടുക് എടുക്കുക. നമ്മൾ വീട്ടിൽ കറിക്കൊന്നും ഉപയോഗിക്കുന്ന കടുകൊന്നും എടുത്തു കഴിഞ്ഞാൽ ഒരു ഫലവും കിട്ടത്തില്ല. പിന്നെ ഫ്രഷായിട്ടുള്ള കടുക് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത് നോക്ക്, നല്ല ഫലം കിട്ടും. ഇത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടത്തേ ഇല്ലെന്ന് ഞാൻ തള്ളിക്കളഞ്ഞിരുന്ന ഇതാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്കും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ പറഞ്ഞില്ലേ, വിശ്വാസത്തോടുകൂടി ചെയ്ത് നമുക്ക് ഫലം തന്നെ കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ആ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴേ പിന്നെ നമ്മൾ ഈ ഇടുന്ന പൈസ ഉണ്ടല്ലോ, നമ്മളെ കടനകത്ത് ഇടുന്ന പൈസ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ പൈസ എടുത്തിട്ടെന്നുണ്ടെങ്കിൽ അത് ശുദ്ധമാക്കിയിട്ട് ഇച്ചിരി പുണ്യാക വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ എന്തിനേലും ശുദ്ധമാക്കിയിട്ട് ആ പൈസ നമുക്ക് ഒന്നിൽ അമ്പലത്തിൽ കൊണ്ടിടാം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭിക്ഷക്കാർക്ക് കൊടുക്കുകയോ അല്ലാതെ എന്തിനേലും ഒക്കെ നമുക്ക് അത് ചെയ്യാം. ആ പൈസ നമ്മൾ വീട്ടാവശ്യത്തിനൊന്നും നമ്മൾ എടുക്കാൻ പോകണ്ട. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വീണ്ടും നമുക്ക് പിന്നെ വീണ്ടും ആദ്യം മുതൽ വീണ്ടും അത് തുടങ്ങാം. നമുക്ക് അങ്ങനെ വീണ്ടും ചെയ്തു തുടങ്ങാം. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് പിന്നെ റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.